ഇന്ന് നമുക്ക് കല്യാണി പ്രിയദർശൻ സൂപ്പർ വുമണായിട്ട് എത്തുന്ന കള്ളിയങ്കാട്ട് നീലിയുടെ കഥ പറയുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമ തുടങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ റൗണ്ട് ചേർന്ന് ആക്രമിക്കുന്ന ചന്ദ്ര എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ചന്ദ്രയാണ് കഥാനായിക. തന്നെ ആക്രമിക്കാൻ വന്നവരെ മുഴുവൻ നശിപ്പിച്ചതിനു ശേഷം ചന്ദ്ര അവിടെ നിന്നും ബാംഗ്ലൂരിലേക്കാണ് പോകുന്നതും. ബാംഗ്ലൂർ എയർപോർട്ടിൽ ചന്ദ്രയെ കാത്ത് പ്രകാശ് എന്നൊരാളുണ്ടായിരുന്നു. പ്രകാശ് ചന്ദ്രയെ അവിടെ നിന്നും സീക്രട്ടായ ഒരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അവിടെ 2-3 പേരുണ്ടായിരുന്നു. അവരെന്തോ സീക്രട്ടായിട്ടുള്ള ജോലി ചെയ്യുകയാണ്. ഇവർക്കെല്ലാവർക്കും ഒരു തലവനുണ്ട്, മൂത്തോൻ. സിനിമയിലുടനീളം മൂത്തോനെ കാണിക്കുന്നതേയില്ല. ചന്ദ്ര അവിടെ എത്തിയതും ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആധാർ, പാസ്പോർട്ട് എല്ലാം എടുത്തു കൊടുത്ത് ചന്ദ്രയെ ഒരു അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നാക്കും. മറ്റു പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുതെന്ന് പ്രകാശ് പ്രത്യേകം ചന്ദ്രയോട് പറയുന്നുണ്ട്. തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ ചന്ദ്രയാണെങ്കിലോ പ്രകാശം അകത്ത് കടക്കാതിരിക്കാൻ വിധം റൂമിലെ ജനലുകളെല്ലാം പേപ്പർ ഉപയോഗിച്ച് മറയ്ക്കും. ചന്ദ്ര താമസിക്കുന്നതിന് ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെന്റിലാണെങ്കിൽ 3 പയ്യന്മാർ താമസിക്കുന്നുണ്ട്. അവരുടെ പേരാണ് സണ്ണി, വേണു, നൈജിൽ. ഇവരാണെങ്കിലോ മെഡിസിന് പഠിക്കുകയാണ്. ചന്ദ്ര ജനൽ ക്ലോസ് ചെയ്യാനായി വന്നപ്പോഴാണ് സണ്ണി ആദ്യമായിട്ട് ചന്ദ്രയെ കാണുന്നതും. ആദ്യ കാഴ്ചയിൽ തന്നെ സണ്ണിക്ക് ചന്ദ്രയെ ഇഷ്ടമായി. ചന്ദ്രയ്ക്കും ചെറിയൊരു സ്പാർക്ക് ഫീൽ ചെയ്യുമെങ്കിലും അവൾ ഉടനെ തന്നെ ജനൽ ക്ലോസ് ചെയ്ത് കളയും. ചന്ദ്ര അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ നൈറ്റ് ഷിഫ്റ്റിന് ജോലിക്ക് കയറും. പകലെല്ലാം അവൾ റൂമിൽ അടച്ചിരിക്കുകയാണ് പതിവ്. എല്ലാ ദിവസവും ഒരു പയ്യൻ ചന്ദ്രയ്ക്ക് ഒരു ബോക്സ് കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത് സണ്ണി കാണും. പക്ഷെ എന്താണ് അവൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതെന്ന് അവൻ അറിയത്തേയില്ല. ബാംഗ്ലൂരിൽ സ്ഥിരമായിട്ട് ഓർഗൻ ട്രാഫിക്കിംഗ് നടക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുന്നവരെ മാത്രം മയക്കി കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ടീമുണ്ട്. അതിലെ മെയിൻ നേതാവാണ് മുരുകൻ. ഏരിയ ഇൻസ്പെക്ടറായിട്ടുള്ള നാച്ചിയപ്പൻ ഓർഗൻ ട്രാഫിക്കിങ്ങിലെ മറ്റൊരു കണ്ണിയാണ്. CCTV ഒക്കെ ചെക്ക് ചെയ്ത് ഏരിയയൊക്കെ തീരുമാനിക്കുന്നത് ഈ നാച്ചിയപ്പയാണ്. ഈ നാച്ചിയപ്പയാണ് കഥയിലെ വില്ലനും. നാച്ചിയപ്പ ഒരു സൈക്കോയാണ്. മേലധികാരി വരെ നാച്ചിയപ്പയോട് സല്യൂട്ട് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നതും. ഓർഗൻ ട്രാഫിക്കിങ്ങിലെ കണ്ണിയായിട്ടുള്ള മുരുകന് ചന്ദ്രയ്ക്കൊപ്പം ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. പക്ഷെ അവൾക്കാണെങ്കിലോ മുരുകനെ കാണുന്നതേ ഇഷ്ടമല്ല. മുരുകനാണെങ്കിൽ പ്രണയം പറഞ്ഞ് എപ്പോഴും ആ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ഒരു ദിവസം കോഫി ഷോപ്പിലെ പാർക്കിങ്ങിൽ വെച്ച് പെൺകുട്ടിയെ മുരുകനാണെങ്കിൽ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നത് വേസ്റ്റ് കളയുവാനായി വന്ന ചന്ദ്ര കാണും. ആദ്യം കണ്ടില്ല എന്ന് നടിച്ചു പോകുമെങ്കിലും മുരുകൻ ആ പെൺകുട്ടിയെ ആസിഡ് കാണിച്ച് വിരട്ടുന്നത് ചന്ദ്ര കാണുന്നു. അത് കണ്ടില്ല എന്ന് നടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചന്ദ്ര ഉടനെ തന്നെ വന്ന് മുരുകന്റെ ആസിഡുള്ള കൈ ഭിത്തിയിലടിക്കുന്നു. അതോടെ മുരുകന്റെ കൈയും ചന്ദ്രയുടെ കൈയും പൊള്ളുകയാണ്. മുരുകനെ അവൾ പഞ്ഞിക്കിടും. ഓരോ ഇടിയും പവർഫുൾ ആയിരുന്നു. അടുത്ത ദിവസം ഈ ഒരു കാര്യം നാച്ചിയപ്പ അറിയുകയാണ്. നാണമില്ലേടാ ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും അടി വാങ്ങാനെന്ന് നാച്ചിയപ്പ ചോദിക്കും. അത് കേട്ട് മുരുകൻ പറയുന്നത് അവളുടെ കയ്യിൽ നിന്നും ഒരടി വാങ്ങിയാലുണ്ടല്ലോ നിങ്ങളുടെ മുഖം വരെ തിരിഞ്ഞു പോകുമെന്ന് പറയുന്നു. പക്ഷെ അത് നാച്ചിയപ്പയ്ക്ക് അത്ര ഇഷ്ടമായില്ല. ചന്ദ്രയെ കാണിച്ചു തരുവാനായിട്ട് നാച്ചിയപ്പ പറഞ്ഞതിനാൽ മുരുകൻ കോഫി ഷോപ്പിൽ കൊണ്ടുവന്ന് ചന്ദ്രയെ കാണിച്ചു കൊടുക്കും. അവളെ ഒന്ന് നോക്കി വെക്കുകയാണ് നാച്ചിയപ്പ. അവളെ ഒന്നും ചെയ്യാതെ ഒരവസരം കിട്ടുവാൻ വേണ്ടി അവർ കാത്തിരിക്കും. അന്നേ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞ് ചന്ദ്ര രാത്രി വീട്ടിലേക്ക് വരികയായിരുന്നു. ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ അവൾക്ക് ആവശ്യമുള്ള സാധനം തീർന്നിരിക്കുന്നു. അതോടെ ചന്ദ്ര അവശ നിലയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ എവിടേക്കോ പോകുവാനായിട്ട് ഓട്ടോയിലും വന്ന് കയറും. ഓട്ടോയിൽ സണ്ണി ഉണ്ടായിരുന്നു. സണ്ണി ചന്ദ്രയെ പരിചയപ്പെടുവാനായി ശ്രമിക്കും. പക്ഷേ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ചന്ദ്രയ്ക്കാണെങ്കിലോ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒരു മുറിവുള്ളതും കൂടാതെ നന്നായി കൈ തണുത്തിരിക്കുന്നതും സണ്ണി ശ്രദ്ധിക്കുന്നു. അടുത്ത ദിവസം ഫ്ളാറ്റിൽ വെച്ച് തന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയാണെന്നും വരണമെന്നും സണ്ണി പറയുമ്പോൾ ചന്ദ്ര അതിന് സമ്മതിക്കും. അങ്ങനെ അടുത്ത ദിവസം അതീവ സുന്ദരിയായി ഒരുങ്ങി ചന്ദ്ര പാർട്ടിയിലേക്കും പങ്കെടുക്കുവാനായി എത്തും. എല്ലാവരും അവളെ കണ്ട് ഞെട്ടുകയാണ്. കൂടാതെ സണ്ണിയുടെ പൂച്ചയാണെങ്കിലോ ചന്ദ്രയെ കണ്ടതും വല്ലാതെ ബഹളം വെക്കുമ്പോൾ പൂച്ചയെ അവർ പൂട്ടിയിടും. മാത്രവുമല്ല തലേ ദിവസം ചന്ദ്രയുടെ കയ്യിൽ കണ്ട ആ ഒരു മുറിവിലെ അതിപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല. അത് സണ്ണി ശ്രദ്ധിക്കും. അതേസമയം ഫ്ളാറ്റിൽ ഡ്രഗ് പാർട്ടി നടക്കുന്നെന്ന വിവരം കിട്ടി നാച്ചിയപ്പയും ടീമും ഫ്ളാറ്റിലേക്കും എത്തുകയായിരുന്നു. അവിടെ വെച്ച് ചന്ദ്രയെ കാണുന്ന നാച്ചിയപ്പയാണെങ്കിലും പ്രതികരിക്കില്ല. അവർക്കൊരു വാണിംഗും കൊടുത്താണ് അവിടെ നിന്ന് പോകുന്നതും. പാർട്ടി കഴിഞ്ഞ് ചന്ദ്ര തിരികെ പോകുവാനായി ഒരുങ്ങുമ്പോൾ നൈജിൽ അവൾക്ക് കൂട്ടുപോകും. നൈജിൽ ചന്ദ്രയെ വളയ്ക്കുവാനായി നോക്കുന്നുണ്ട്. അക്കാര്യം സണ്ണിക്ക് മനസ്സിലാകും. അവന് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നു. എന്നാൽ ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പോയ നൈജിൽ അടുത്ത ദിവസമായിട്ടും തിരികെ വന്നില്ല. എടാ
ഇവൾ നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല എന്നുള്ളൊരു മെസ്സേജ് മാത്രമായിരുന്നു വന്നതും. അതേസമയം ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് പ്രകാശ് വരുന്നതും ഡോറ് ലോക്ക് ചെയ്യുന്നതും പിന്നെ ഒരു ബോക്സുമായിട്ട് ഒരു പയ്യൻ വരുന്നതും ബോക്സ് കൊടുത്തിട്ട് പോകുന്നതുമെല്ലാം സണ്ണി കാണുന്നുണ്ട്. അതോടെ ചന്ദ്രയ്ക്ക് ഓർഗൻ മാഫിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന സംശയം സണ്ണിക്കുണ്ടാകും. അക്കാര്യം അവൻ വേണുവിനോട് പറയുന്നു. നൈജിലിനെ അന്വേഷിച്ച് ഫ്ളാറ്റിൽ ചെന്നപ്പോഴോ ചന്ദ്ര അവരെ വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത്. അതിന് ക്ഷമ ചോദിക്കുവാനായിട്ട് കുറച്ചു കഴിഞ്ഞതും ചന്ദ്ര സണ്ണിയെ കാണുവാനായും എത്തും. നൈജിലിനെ അന്വേഷിച്ച് വന്നതായിരുന്നുവെന്ന് സണ്ണി പറയുമ്പോൾ അവൻ അപ്പോഴേ പോയല്ലോ എന്നായിരുന്നു ചന്ദ്രയുടെ മറുപടി. അതേസമയം തന്നെ ചന്ദ്രയുടെ ഷൂവിൽ രക്തം സണ്ണി കാണുന്നു. അതോടെ ചന്ദ്രയ്ക്ക് മേലുള്ള സണ്ണിയുടെ സംശയം കൂടുന്നു. ഇതും കൂടി വേണുവിനോട് പറഞ്ഞപ്പോൾ വേണുവിനും സംശയമുണ്ടാകും. ഞാൻ ചന്ദ്രയെ ഫോളോ ചെയ്യാം, നീ അവളുടെ ഫ്ളാറ്റിൽ പോയി നൈജിലിനെ നോക്കുവാനായിട്ടും സണ്ണിയാണെങ്കിൽ വേണുവിനോട് പറഞ്ഞിട്ട് ചന്ദ്രയെ ഫോളോ ചെയ്തു പോകുന്നു. വേണു ഫ്ളാറ്റിലേക്ക് എത്തും മുൻപ് തന്നെ നൈജിലിനെ പോലീസ് കൊണ്ടുവന്നാക്കും. എവിടെയായിരുന്നു എന്ന് വേണു തിരക്കുമ്പോൾ ചന്ദ്ര തന്നെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയില്ല, വഴിയിൽ നിൽക്കവേ പോലീസ് തന്നെ പിടിച്ചുകൊണ്ടു പോയതാണെന്നും നൈജിൽ പറയുന്നു. അതേസമയം ചന്ദ്രയെ ഫോളോ ചെയ്യുകയായിരുന്നു സണ്ണി. എന്നാൽ ചന്ദ്ര വരുന്ന വഴിയിൽ അവളെ കാത്ത് മുരുകനും കൂട്ടരുമുണ്ടായിരുന്നു. അവർ ചന്ദ്രയെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കി ഓട്ടോയിലിട്ട് കൊണ്ടുപോകും. അവർക്ക് പിന്നാലെ സണ്ണി ഓടുകയാണ്. ഇതെല്ലാം ഒരു കടക്കാരൻ കാണുന്നുണ്ട്. ചന്ദ്രയെ അവർ ഒരു പഴയ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുവരുന്നതും. അപ്പോഴേക്കും ഒരുപാട് നായ്ക്കൾ മുരുകനെ നോക്കി കുരയ്ക്കുന്നുണ്ട്. മുരുകനാണെങ്കിലോ ഒരു നായയെ കത്തി കൊണ്ട് കുത്തിക്കൊന്നിട്ട് ചന്ദ്രയെ കൊല്ലുവാനായിട്ട് അവളുടെ അടുത്തേക്ക് വരുമ്പോഴോ ചന്ദ്ര മയക്കത്തിൽ നിന്നുണരും. അവൾ മുരുകന്റെ കഴുത്തിലേക്ക് തന്നെ നോക്കുകയാണ്. അപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. ചന്ദ്രയുടെ കണ്ണിന്റെ കളർ മാറുകയും അവളുടെ കൂർത്ത പല്ലുകൾ താഴേക്ക് വരികയും ചെയ്യും. ചന്ദ്ര മുരുകന്റെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം കുടിച്ചവനെ കൊല്ലുകയാണ്. അതെ, അവൾ ഒരു രക്ഷയായിരുന്നു. അത് കണ്ടോടുന്ന മുരുകന്റെ കൂട്ടാളികളെയെല്ലാം മിന്നൽ വേഗത്തിൽ പറന്നുപോയി ഒരു സൂപ്പർ ഹീറോയെ പോലെ കൊല്ലുകയും ചെയ്യുന്നു. അത് കണ്ടോടുന്ന മുരുകന്റെ കൂട്ടാളികളെയെല്ലാം മിന്നൽ വേഗത്തിൽ പറന്നുപോയി തല്ലും, എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സണ്ണി. അവൻ ബോധം കെട്ടു വീഴും. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ഒരു മുത്തശ്ശൻ തന്റെ കൊച്ചുമകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കഥ. ആ നാട് ഭരിച്ച രാജാവ് കാളി ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്റെ കോട്ടയുടെ അടുത്ത് ഒരു അമ്പലം നിർമ്മിച്ചു. അവിടേക്ക് ഗ്രാമത്തിലുള്ളവരെ ആരെയും കയറുവാനായിട്ട് രാജാവ് സമ്മതിച്ചിട്ടില്ല. പക്ഷെ കുറച്ചു കുട്ടികൾ രാജാവില്ലാത്ത സമയം നോക്കി അമ്പലത്തിൽ കയറി. നിലത്ത് കിടന്ന ഒരു മണി കൂട്ടത്തിലുണ്ടായിരുന്ന നീലി എന്ന കുട്ടിക്ക് കിട്ടും. അവളത് നോക്കിക്കൊണ്ട് നിൽക്കവേ പൂജാരി അത് കണ്ടുകൊണ്ടുവരുന്നു. അവരവിടെ നിന്നും ഓടിപ്പോകുന്നു. നീലി എന്ന പെൺകുട്ടിയുടെ കൈവശമായിരുന്നല്ലോ മണി കിട്ടിയത്. അവൾ ആ മണി അവരുടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു. അതറിഞ്ഞ് രാജാവ് അവരുടെ അമ്പലം കത്തിക്കാനും ആ കുട്ടികളെയും അവരുടെ കുടുംബത്തെയും കൊന്നു കളയുവാനായിട്ടും ഉത്തരവിട്ടു. അതറിഞ്ഞ ഗ്രാമവാസികൾ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കും. എന്നാൽ ആ ഗുഹയിൽ ഒരു പോരാളിയായ സ്ത്രീയുടെ പ്രതിമയുണ്ടായിരുന്നു. ആ പ്രതിമ നോക്കിയ നീലിയെ ഒരു വവ്വാൽ കടിക്കും. അതോടെ പേടിച്ച് നീലിയുടെ ബോധവും പോയി. ആ ഗുഹയ്ക്ക് എന്തോ പവർ ഉണ്ടെന്ന് ഗ്രാമവാസികൾ കരുതിയിരുന്നു. അതുകൊണ്ടാണ് അവരവിടെ ഒളിച്ചിരുന്നതും. അതേസമയം തന്നെ രാജാവിന്റെ ആളുകളെത്തി അവരെ പിടികൂടി. കുറെ നേരം കഴിഞ്ഞ് ബോധം വന്ന നീലി അവിടെ ആരെയും കാണുന്നില്ല. പുറത്തു വന്നപ്പോഴോ നീലിയുടെ അച്ഛനെയും ഒക്കെ കൊല്ലുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. അവളുടെ അമ്മയുടെ മുന്നിൽ വെച്ച് നീലിയെ കുത്തുകയും ചെയ്യുന്നു. നീലി ബോധം കെട്ട് വീഴും. എന്നാൽ അവളുടെ അമ്മയെ കൊല്ലുവാനായി ഒരുങ്ങുമ്പോൾ മരിച്ച നീലി ജീവനോടെ എഴുന്നേൽക്കുന്നു. അപ്പോഴേക്കും അവളുടെ കണ്ണിന്റെ നിറം മാറി കൂർത്ത പല്ലുകൾ താഴേക്ക് വന്നിരുന്നു. അതോടെ അവൾ ദൈവമാണെന്ന് ഗ്രാമവാസികൾ കരുതി. രാജാവിന്റെ ആളുകളുടെയൊക്കെ കഴുത്ത് കടിച്ചു മുറിച്ച് കൊല്ലുകയും ഓരോരുത്തരെയായി അവൾ കൊല്ലുകയും ചെയ്തു. അവൾക്ക് എന്തോ ശക്തി ഉണ്ടായതായി അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ ഈ ഗ്രാമം വിട്ട് അവളോട് പോകുവാനായിട്ട് മരിക്കും മുമ്പ് പറയും. അതോടെ നീലി ഗ്രാമം വിട്ട് ഓടിപ്പോവുകയാണ് ചെയ്തതും. മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. എന്നാൽ അവൾക്ക് സൂര്യപ്രകാശം താങ്ങാനായില്ല. അവളുടെ ദേഹമാകെ ചുട്ടുപൊള്ളും പോലെ തോന്നി. അതുകൊണ്ട് അവൾ രാത്രികാലങ്ങളിൽ മാത്രമേ പുറത്തിറങ്ങൂ. നല്ലവർക്ക് അവൾ ദേവതയും ദുഷ്ടന്മാർക്ക് അവൾ യക്ഷിയുമായി. അവളെ കൊല്ലണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, അവളുടെ ഹൃദയം നിൽക്കണം. അതറിഞ്ഞ കത്തനാർ നീലിയുള്ള ഗുഹയിലേക്ക് എത്തുകയും അപ്രതീക്ഷിതമായി അവളുടെ ഹാർട്ടിൽ കുത്തുകയും ചെയ്തു. ബോധമറ്റ നീലിയെ കത്തനാർ കൊണ്ടുപോവുകയും ചെയ്തു. ആ സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രയാണെങ്കിലോ വാമ്പയർ ആണെന്ന് സണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട്. ചന്ദ്ര കൊന്നവരെയെല്ലാം ആ ഫാക്ടറിയിലുള്ള ആസിഡിലിട്ട് അവൾ കരിച്ചു കളയും. ചന്ദ്രയെ പേടിച്ച സണ്ണിക്കും അവളുടെ കൂടെ കൂടേണ്ടി വന്നു. മാത്രവുമല്ല, മുൻപ് സണ്ണിയെ ആക്സിഡന്റിൽ നിന്നും ഒരു സൂപ്പർ ഹീറോയെ പോലെ വന്ന് രക്ഷിച്ചത് ചന്ദ്രയാണെന്നും അവന് മനസ്സിലായി. ചന്ദ്രയ്ക്കൊപ്പം അവളുടെ ഫ്ളാറ്റിലേക്ക് ചെന്ന സണ്ണി വെള്ളം കുടിക്കുവാനായിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച ഫ്രിഡ്ജ് മുഴുവൻ ബ്ലഡിന്റെ പാക്കറ്റുകളായിരുന്നു. എല്ലാ ദിവസവും ഒരു ഡെലിവറി ബോയ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ബ്ലഡിന്റെ പാക്കറ്റാണെന്നും അവന് മനസ്സിലായി.
ഒരു ദിവസം ബ്ലഡ് കിട്ടാതെയായാൽ ചന്ദ്രയുടെ ആരോഗ്യനിലയെ തന്നെ ബാധിക്കും. മനുഷ്യരക്തം മാത്രമാണ് അവളുടെ ആഹാരം. ശരീരത്തിലുണ്ടാകുന്ന പാടുകളും മുറിവുകളുമെല്ലാം മാറുവാൻ അവൾക്ക് ബ്ലഡ് കുടിച്ചാൽ മതി. അവൾ പഴയതുപോലെയാകും. അതെല്ലാം കാണുന്ന സണ്ണിക്ക് വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. തന്റെ ദേഹത്തുള്ളത് ഒരു വൈറസ് ആണെന്നും ഈ വൈറസ് ശരീരത്തിൽ എത്തുന്നവർ സാധാരണ മരിച്ചു പോകാറാണ് പതിവ്. പക്ഷേ നല്ല ആരോഗ്യമുള്ളവർ മാത്രമേ അതിജീവിക്കൂവെന്നും ചന്ദ്ര പറയുന്നു. അപ്പോഴും ചന്ദ്രയോട് സണ്ണിക്ക് പ്രണയമുണ്ടായത് കൊണ്ട് തന്നെ നീ എന്നെ കടിച്ചാൽ ഞാനും നിന്നെ പോലെ ആകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ മദ്യപിക്കില്ലേ, ഈ വൈറസ് നിന്റെ ദേഹത്തെത്തിയാൽ നീ അപ്പോൾ തന്നെ മരണപ്പെടുമെന്നും ചന്ദ്ര പറയുന്നു. ഇതൊന്നും ആരോടും പറയരുതെന്ന് പ്രത്യേകം തന്നെ ചന്ദ്ര സണ്ണിയോട് പറയും. എന്നാൽ സണ്ണിക്ക് സത്യങ്ങളൊന്നും മനസ്സിലിരിക്കാതെ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ട്. അവൻ വേണുവിനോട് ഇത് തുറന്നു പറയുന്നത് ചന്ദ്ര അറിഞ്ഞ് അവനെ ചന്ദ്ര കൊല്ലുന്നതായിട്ട് സണ്ണി സ്വപ്നം കണ്ടു. സണ്ണിക്ക് പിന്നീട് ചന്ദ്രയെ വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. അത് മനസ്സിലാക്കിയ ചന്ദ്ര അവളെ കുറിച്ചുള്ള കുറച്ച് സത്യങ്ങൾ കൂടി തുറന്നു പറയും. തന്റെ പേര് നീലിയാണെന്ന് പറയുന്നു. അത് കേട്ട് സണ്ണി ഈ കള്ളിയങ്കാട്ട് നീലി അതാണെന്ന് ചോദിക്കും. അതെ, അതാണ് ഞാനെന്നും ചന്ദ്ര പറയുന്നു. അല്ല, കത്തനാര് തളച്ചതല്ലേ, പിന്നെ എങ്ങനെ നീലി ഈ കോലത്തിൽ എത്തി എന്നാണ് അവൻ ചോദിക്കുന്നതും. എന്നാൽ ചന്ദ്ര പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് കത്തനാർ തന്നെ പിടികൂടി കൊണ്ടുപോയി. അവളുടെ ഹാർട്ടിൽ കത്തനാർ കത്തിക്കൊണ്ട് കുത്തിയല്ലോ. പക്ഷേ അവളെ കൊണ്ടുപോയത് ആ ഒരു ഗ്രാമവാസികളെ മുഴുവൻ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഗ്രാമവാസികൾക്ക് അവൾ പ്രേതമാണോ എന്നുള്ളൊരു പേടിയുണ്ടായി. അതുകൊണ്ടാണ് കത്തനാരെ വിളിപ്പിച്ച് നീലിയെ തളയ്ക്കുവാനായി നോക്കിയത്. എന്നാൽ നീലിയിലെ നന്മ മനസ്സിലാക്കിയ കത്തനാരാണെങ്കിൽ അവളെ കൊണ്ടുപോയതും അവളുടെ ഹാർട്ട് നിലയ്ക്കുന്നതിന് മുൻപ് തന്നെ കത്തി വലിച്ചൂരി അവളെ രക്ഷിക്കുന്നു. പകരം കത്തനാർ കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. കത്തനാരെ കൊണ്ട് നേരിടാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്, അവരെ പിടികൂടുവാനായിട്ട് സഹായിക്കണം എന്നതായിരുന്നു കത്തനാർ പറഞ്ഞതും. നീലി അതിന് സമ്മതിക്കുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതും. എന്നിട്ട് ചന്ദ്ര കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ചന്ദ്രയുടെ സത്യങ്ങൾ അറിയുന്നവരെ ആരും തന്നെ അവൾ ജീവനോടെ വെച്ചേക്കാറില്ല. പക്ഷേ സണ്ണിയെ കൊല്ലാത്തതിന് കാരണം വളരെ പണ്ട് ബ്രിട്ടീഷ് കാലത്ത് ചന്ദ്രയ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ചന്ദ്രയെ ബ്രിട്ടീഷുകാർ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ രക്ഷിക്കുന്നതിനിടയിൽ മരണപ്പെട്ടു. അവൻ കാണാൻ സണ്ണിയെ പോലെ തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും സണ്ണിയെ കൊല്ലില്ല എന്നും അവനോട് പറയുന്നു. അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യും. അതോടുകൂടി സണ്ണിക്കും സമാധാനമാകുന്നു. പക്ഷേ സണ്ണിക്ക് അപ്പോഴും ചന്ദ്രയോടുള്ള പ്രണയം കൂടിക്കൊണ്ടേയിരുന്നു. മുരുകനൊക്കെ മരണപ്പെട്ടതുകൊണ്ട് തന്നെ ക്രൈം സീനിലേക്ക് നാച്ചിയപ്പ എത്തുകയാണ്. അവിടെ നിന്നും നാച്ചിയപ്പയ്ക്ക് ഒരു ലെൻസ് കിട്ടും. ആ ലെൻസ് കാണുന്നതും നാച്ചിയപ്പയ്ക്ക് ചന്ദ്രയെ നന്നായിട്ട് സംശയം തോന്നും. ഉടനെ തന്നെ നാച്ചിയപ്പ ചന്ദ്രയില്ലാത്ത തക്കം നോക്കി അവളുടെ ഫ്ളാറ്റിലേക്ക് വരികയായിരുന്നു. അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് നാച്ചിയപ്പയുടെ കൈവശമുള്ളതുപോലെ തന്നെ ഒരു ലെൻസ് അവിടെ നിന്ന് കിട്ടുന്നു. അതോടുകൂടി ചന്ദ്രയാണ് ഇതിന് പിന്നിലെന്ന് നാച്ചിയപ്പ ഉറപ്പിക്കും. അതേസമയം തന്നെ ഫ്ളാറ്റിലേക്ക് വന്ന ചന്ദ്രയ്ക്ക് ഫ്ളാറ്റിൽ അവളെ കൂടാതെ മറ്റാരോ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ഉടനെ തന്നെ അവൾ നാച്ചിയപ്പയ്ക്ക് അടുത്തെത്തി നാച്ചിയപ്പയുമായിട്ട് ഒരു ഫൈറ്റ് തന്നെ നടത്തും. അതിനിടയിൽ വെച്ച് നാച്ചിയപ്പയെ കടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നാച്ചിയപ്പയാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന ഗണ്ണെടുത്ത് ചന്ദ്രയെ വെടിവെക്കുവാനായി നോക്കുന്നു. നാച്ചിയപ്പയാണെങ്കിലോ ചന്ദ്രയെ വെടിവെക്കുന്നു. പക്ഷെ ഒന്നും തന്നെ അവൾക്ക് കൊള്ളുന്നതേയില്ല. വെടിയൊച്ച കേട്ട് സണ്ണി ഉടനെ തന്നെ ചന്ദ്രയുടെ ഫ്ളാറ്റിലേക്ക് ഓടിയെത്തും. എന്നാൽ നാച്ചിയപ്പ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വെക്കുന്ന വെടി കൊള്ളുന്നതോ സണ്ണിയുടെ ദേഹത്തായിരുന്നു. നാച്ചിയപ്പ അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. അത് കാണുന്നതും എങ്ങനെയാണോ അവളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ബോയ് ഫ്രണ്ട് മരിച്ചു പോയത് ആ ഒരു കാര്യമെല്ലാം അവൾക്ക് ഓർമ്മ വരുന്നു. സണ്ണിയാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നതും. എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് വേണു വല്ലാതെ ബഹളം വെക്കുകയാണ്. ചന്ദ്ര ഉടനെ തന്നെ സണ്ണിയും വേണുവിനെയും നൈജിലിനെയും കൂട്ടി പഴയൊരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കാണുന്ന വേണുവിന് വല്ലാതെ ദേഷ്യം വരും. എന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്, അവനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ ചന്ദ്രയോട് വേണു പറയും. അതേസമയം തന്നെ ചന്ദ്ര ഒരു ടെററിസ്റ്റ് ആണെന്നും അവൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്നെന്നും ഓർഗൻ മാഫിയയിലെ അംഗമാണെന്നൊക്കെ ന്യൂസിൽ വരുന്നു. അതോടുകൂടി ചാനലുകാരൊക്കെ അവളുടെ ഫ്ളാറ്റിൽ കയറി ഇറങ്ങുവാനായും തുടങ്ങി. അവളുടെ ഫ്ളാറ്റിലെ ബ്ലഡിന്റെ പാക്കറ്റൊക്കെ കണ്ടാണ് അവരങ്ങനെ പറയുവാനായി തുടങ്ങിയതും. എന്നാൽ അതേസമയം വേണു ആണെങ്കിൽ എത്രയും വേഗം ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് നൈജിലും വേണുവും സണ്ണിയും കൂട്ടി അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ദേഷ്യം വന്ന ചന്ദ്രയാണെങ്കിൽ തന്റെ യഥാർത്ഥ രൂപം വേണുവിനെ കാണിച്ചു. ചന്ദ്ര ഈ കാര്യങ്ങളെല്ലാം പ്രകാശിനെ വിളിച്ച് പറയുന്നു. എന്നാൽ പ്രകാശ് പറയുന്നത് സണ്ണിയുടെ കാര്യം പ്രകാശിന്റെ ആളുകൾ നോക്കിക്കോളും, ചന്ദ്ര ഇനി അവിടെ നിൽക്കണ്ട, എത്രയും വേഗം പോകുവാനായിട്ടാണ് പറയുന്നതും. എന്നാൽ സണ്ണിയെ ഉപേക്ഷിച്ച് ചന്ദ്രയ്ക്ക് പോകുവാനായിട്ട് മനസ്സ് വന്നതേയില്ല. അതേസമയം തന്നെ ചന്ദ്രയ്ക്കൊപ്പം സണ്ണിയുടെ ഫോട്ടോയും ന്യൂസിൽ വ്യാപിക്കുന്നു. അവനും ടെററിസ്റ്റ് ആണെന്നൊക്കെ ന്യൂസ് വരുന്നു. ഇതെല്ലാം ചന്ദ്രയെ പോലെ തന്നെയുള്ള സൂപ്പർ ഹീറോസ് ഒക്കെ കാണുകയാണ്.
ചന്ദ്രയെ പോലെ തന്നെ അവരും മനുഷ്യർക്കിടയിലാണ് ജീവിക്കുന്നത്. എന്നാൽ മറ്റൊരു വശത്ത് ചന്ദ്ര നാച്ചിയപ്പയെ കടിച്ചതുകൊണ്ട് തന്നെ നാച്ചിയപ്പയുടെ ശരീരത്തിലും വൈറസ് വ്യാപിച്ചിരുന്നു. പക്ഷേ നാച്ചിയപ്പയാണെങ്കിൽ മദ്യപിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പൂർണ്ണ ആരോഗ്യമുള്ള ശരീരമായതുകൊണ്ട് തന്നെ നാച്ചിയപ്പയും പതിയെ പതിയെ ചന്ദ്രയെ പോലെ ആയി മാറി. എന്നാൽ നാച്ചിയപ്പയ്ക്കാണെങ്കിലോ രക്തം കുടിക്കുവാനായിട്ടുള്ള മോഹം കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. നാച്ചിയപ്പയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ചന്ദ്ര ഒരു വാമ്പയർ ആണെന്നും ചന്ദ്ര തന്നെ കടിച്ചതുകൊണ്ടാണ് താൻ ഇങ്ങനായി മാറിയതെന്നും നാച്ചിയപ്പയ്ക്ക് മനസ്സിലായി. അതേസമയമായിരുന്നു അയാളുടെ അമ്മ അയാൾക്കടുത്തേക്ക് വന്നതും. ഉടനെ തന്നെ നാച്ചിയപ്പ അമ്മയെ കടിച്ച് അമ്മയുടെ രക്തം കുടിക്കുകയാണ്. അതോടുകൂടി നാച്ചിയപ്പയുടെ അമ്മയും മരണപ്പെട്ടു. അതേസമയം ചന്ദ്രയും കൂട്ടരുമുള്ള സ്ഥലം മനസ്സിലാക്കി പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു പഴയ ബിൽഡിങ്ങിലേക്ക് എത്തുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ചന്ദ്രയുടെ തലയ്ക്ക് വെടിവെക്കും. വെടിയേറ്റ് അവൾ ബോധം കെട്ട് വീഴുകയാണ് ചെയ്തതും. അതേസമയം തന്നെ അദൃശ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് വന്ന് ചന്ദ്രയുടെ തലയിൽ നിന്നും ബുള്ളറ്റ് ഊരിയെടുക്കുന്നു. അതോടുകൂടി ചന്ദ്രയ്ക്ക് ബോധം വീഴുകയാണ്. ആ അദൃശ്യനായിട്ടുള്ള മനുഷ്യൻ മറ്റാരുമല്ല, ചാത്തനായ മൈക്കിളായിരുന്നു. മൈക്കിൾ പോലീസുകാരെ എല്ലാവരെയും കബളിപ്പിക്കും. നിങ്ങൾ ആരാണെന്ന് സണ്ണിയും കൂട്ടറിന് ചോദിക്കുമ്പോൾ ഞാനൊരു ദൈവമാണെന്നായിരുന്നു മൈക്കിളിന്റെ മറുപടി. എന്നിട്ട് മൈക്കിൾ ആണെങ്കിൽ ചന്ദ്രയും കൂട്ടരെയും കൊണ്ട് അവിടെ നിന്നും രഹസ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തതും. ഇവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നാച്ചിയപ്പ അവിടേക്ക് എത്തുകയാണ്. നാച്ചിയപ്പയ്ക്കാണെങ്കിലോ മനുഷ്യരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് വല്ലാതെ രക്തം കുടിക്കുവാനായും തോന്നുന്നു. എന്നാൽ നാച്ചിയപ്പയ്ക്ക് സൂര്യപ്രകാശം പ്രശ്നമേ അല്ല. കാര്യം നാച്ചിയപ്പ ഫ്രഷ് ആയിട്ടുള്ള വാമ്പയർ ആയതുകൊണ്ടാണ് സൂര്യപ്രകാശം പ്രശ്നമല്ലാത്തത്. വർഷങ്ങൾ പഴകുന്നവരും മാത്രമേ സൂര്യപ്രകാശം പ്രശ്നമായി വരത്തുള്ളൂ. മൈക്കിൾ അവരെയും കൂട്ടി രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരും. അതൊരു ചർച്ച് പോലുള്ള സ്ഥലമായിരുന്നു. അവിടെ എത്തുന്ന സമയത്ത് നീലിക്ക് ഒരു റൂമിന്റെ ചാവി കൊടുക്കുന്നു. ആ ഒരു ചർച്ചിന്റെ ബേസ്മെന്റില് ഇതുപോലെ ഒരുപാട് സൂപ്പർ പവർ ഉള്ളവർക്ക് ഓരോ റൂമുണ്ട്. നീലിയുടെ റൂമിന്റെ ചാവിയാണ് കൊടുത്തതും. അത് നോക്കി നടത്തുന്നതോ കത്തനാറിന്റെ തലമുറയിൽപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ നീലി തന്റെ ചാവിയും വാങ്ങിയിട്ട് തന്റെ റൂമിലേക്ക് പോകും. പോകുന്ന വഴിയില് പല പല റൂമുകളിലായിട്ട് പല സൂപ്പർ പവർ ഉള്ളവരെയും കാണുന്നുണ്ട്. അങ്ങനെ നീലി തന്റെ റൂമിൽ അവരെ കൊണ്ടുവന്ന് നിർത്തിക്കുകയാണ് ചെയ്തതും. എന്നിട്ട് സണ്ണിക്ക് തന്റെ ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നു. സണ്ണിയെ പോലെ തന്നെയായിരുന്നു കാണാൻ. അവളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തന്റെ ബോയ് ഫ്രണ്ട് മരണപ്പെട്ടതും. അവനെയോ രക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷേ സണ്ണിയെങ്കിലും രക്ഷിക്കണമെന്നാണ് ചന്ദ്രയുടെ ആഗ്രഹം. അപ്പോഴേക്കും മുരുകന്റെയൊക്കെ ആ ഒരു ഗ്യാങ്സ്റ്ററിലെ അയാളാണെങ്കിൽ ചന്ദ്രയെ പിടികൂടുവാനായിട്ട് ഒരു കൂട്ടം ആളുകളെ പറഞ്ഞു വിട്ടിരുന്നു. അങ്ങനെ ആ ഒരു ഗ്യാങ്സ്റ്ററിന്റെ ആളുകളാണെങ്കിൽ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ചന്ദ്രയും അവിടേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് വലിയൊരു ഫൈറ്റ് നടക്കും. ഈ ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് ഒരിക്കലും മുകളിലേക്ക് വരരുതെന്ന് പ്രത്യേകം സണ്ണിയോട് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോയതും. എന്നാൽ ചന്ദ്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടി സണ്ണിക്കുണ്ടായത് കൊണ്ട് തന്നെ സണ്ണിയും വേണുവും ഒക്കെ മുകളിലേക്ക് വരുന്നു. സണ്ണിയെ കണ്ടതും ചന്ദ്രയുടെ ശ്രദ്ധ മുഴുവൻ പോയി. അതോടുകൂടി അവർ വെടിവെക്കുന്നതെല്ലാം ചന്ദ്രയുടെ ദേഹത്ത് കൊള്ളുകയാണ് ചെയ്തതും. ചന്ദ്രയാണെങ്കിലോ അവശനിലയിൽ തറയിലേക്ക് വീഴും. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ടും ചന്ദ്ര സണ്ണിയോട് പറയും. എന്നാൽ സണ്ണി അവളെ വിട്ടിട്ട് പോകുവാനായിട്ട് തയ്യാറായില്ല. ഉടനെ തന്നെ സണ്ണി പോയിട്ട് ഒരു ബ്ലഡിന്റെ പാക്കറ്റ് കൊണ്ടുവന്ന് ചന്ദ്രയ്ക്ക് കൊടുക്കുന്നു. ആ ഒരു പാക്കറ്റ് എടുത്ത് പൊട്ടിച്ചു കുടിച്ചതും ചന്ദ്രയ്ക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് അവൾ മാറുകയാണ്. അവൾക്ക് വീണ്ടും ശക്തി കിട്ടി. അങ്ങനെ വീണ്ടും ഫൈറ്റ് നടക്കും. അതേസമയം തന്നെ നാച്ചിയപ്പ അവിടേക്ക് വരികയാണ്. നാച്ചിയപ്പയും ചന്ദ്രയും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. നാച്ചിയപ്പയുടെ പെരുമാറ്റത്തിൽ നിന്നും ചന്ദ്രയെ പോലെ തന്നെ നാച്ചിയപ്പായി മാറിയ കാര്യം അവൾക്ക് മനസ്സിലായി. അവൾ നാച്ചിയപ്പയെ കടിച്ചിരുന്നല്ലോ. അങ്ങനെ അവർക്കിടയിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയായിരുന്നു. അവസാനം നാച്ചിയപ്പ ചന്ദ്രയെ കീഴ്പ്പെടുത്തുമെന്നായി. സൂര്യപ്രകാശത്തിൽ ചന്ദ്രയെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അവളുടെ ദേഹം ആസകലം പൊള്ളുന്നു. എന്നിട്ട് അവളോട് ചോദിക്കും, നിങ്ങൾക്ക് മേൽ ഒരു തലവനുണ്ടല്ലോ, അവനാരെന്ന് എനിക്ക് കാണിച്ചതാ, എനിക്കവനെ കാണണമെന്നും നാച്ചിയപ്പ പറയുന്നു. എന്നാൽ ചന്ദ്രയാണെങ്കിലോ അതൊന്നും പറയുവാനായിട്ട് പോലും തയ്യാറായതേയില്ല. ഒടുവിൽ നാച്ചിയപ്പ ചന്ദ്രയെ കുത്തുവാനായിട്ട് ഒരു കത്തി എടുത്തുകൊണ്ട് വരുന്നതും അത് കാണുന്ന സണ്ണി അവളെ രക്ഷിക്കുവാനായിട്ട് മുന്നോട്ട് ചെല്ലും. എന്നാൽ സണ്ണിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വേണുവെന്ന് ഇടയ്ക്ക് കയറും. നാച്ചിയപ്പയുടെ കുത്തുകൊണ്ടത് വേണുവിനായിരുന്നു. അതേസമയം തന്നെ ചന്ദ്രയാണെങ്കിലും വേണുവിന്റെ വയറ്റിൽ നിന്നും ആ ഒരു കത്തി വലിച്ചൂരിയിട്ട് നാച്ചിയപ്പയുടെ ഹാർട്ടിൽ കുത്തിയിറക്കുകയാണ്. അതോടുകൂടി നാച്ചിയപ്പ മരണപ്പെട്ടു. അങ്ങനെ നാച്ചിയപ്പയുടെ ഡെഡ് ബോഡി ആ ഒരു ബേസ്മെന്റിൽ തന്നെയുള്ള ഒരു ഫ്രീസറിലേക്ക് മാറ്റുകയാണ്. അവിടെ ഒരുപാട് ഫ്രീസറുകൾ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ മരണപ്പെടുന്ന എല്ലാവരെയും അവിടെ തന്നെയാണ് സൂക്ഷിക്കുന്നതെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. അങ്ങനെ വേണുവിനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കാറിലേക്ക് കയറ്റുകയായിരുന്നു. സണ്ണിക്കാണെങ്കിലോ ചന്ദ്രയെ പിരിയുന്ന വിഷമവും. ചന്ദ്രയും സണ്ണിയും പരസ്പരം കെട്ടിപ്പിടിച്ച് യാത്ര പറയുകയാണ്.
കാര്യം ഇനി അവർ കാണാനേ പോകുന്നില്ല. ചന്ദ്രയാണെങ്കിലോ അവിടെ നിന്നും തിരികെ പോവുകയാണ്. സണ്ണിക്കാണെങ്കിൽ ചന്ദ്രയെ പിരിയാൻ കഴിയാത്ത വിഷമവും. നിറ കണ്ണുകളോടെ ചന്ദ്രയും സണ്ണിയും യാത്ര പറയുകയാണ്. അതോടുകൂടി ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഈ ഒരു മൂവിയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.